തുടർന്ന് സെനറ്റ് ഓഫീസർമാരുടെ തുടർന്ന് ഒരുപാട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. പ്രതിപക്ഷ പ്രക്ഷോഭം, ക്രമസമാധാന പ്രശ്നം അച്യുതമേനോന് സർക്കാരിന് വലിയൊരു തലവേദനയായി. ഏറ്റവും പ്രധാന പ്രശ്നം സമരക്കാരും പോലീസും പരസ്പരം കേരളത്തിൻ്റെ തെരുവുകളിൽ നിരന്തരം ഏറ്റുമുട്ടി. അപ്പം KSUക്കാരൊക്കെ ഉണ്ട്, ആൻ്റണി അവരെല്ലാം ഉണ്ട്. വളരെ കലുഷിതമായ ഒരു കാലഘട്ടമായിരുന്നു 70കളുടെ തുടക്കം മുതൽ അച്യുതമേനോൻ എന്ന മുഖ്യമന്ത്രിയെ കാത്തിരുന്നത്. അങ്ങനെ ഈ സമയത്ത് CPM പ്രതിപക്ഷത്തിരിക്കുക. അപ്പം അവരെന്ത് ചെയ്തു? അവരുടെ ജനകീയ അടിത്തറ വികസിപ്പിക്കുവാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ മിച്ചഭൂമി സമരവുമായി അവർ മുന്നിട്ടിറങ്ങി. നടക്കുമ്പോൾ 1970 AKGക്ക് ഏകദേശം 65 വയസ്സോളം ഉണ്ട്. AKG ഈ സമരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? മുടവൻ മുകൾ കൊട്ടാരത്തിൻ്റെ മതിൽ ചാടി കയറുന്നൊക്കെ സംഭവങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നടന്ന മറ്റൊരു സംഭവമാണ് മുസ്ലിം ലീഗിലെ പിളർപ്പ്. മുസ്ലിം ലീഗും പിളർക്കുന്നു. അതായത് കേരള കോൺഗ്രസ് വളർന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു, കോൺഗ്രസ് വളർന്നാണ് കേരള കോൺഗ്രസ്. അപ്പോൾ എല്ലാ പിളർപ്പ് നടക്കുന്നുണ്ട്. ഒടുക്കം മുസ്ലിം ലീഗ് കൂടെ ഉള്ളൂ. മുസ്ലിം ലീഗും പിളരുന്നുണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ബാഫക്കി തങ്ങളാണ്. ബാഫക്കി തങ്ങളെന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ്. പുള്ളിയും അവരുടെ ഏറ്റവും സമുന്നതനായ രാഷ്ട്രീയ നേതാവെന്ന് പറയുന്നത് CH മുഹമ്മദ് കോയ. ഇവർ തമ്മിൽ ഭിന്നതയുണ്ടാകും. അങ്ങനെ ബാഫക്കി തങ്ങൾ എന്ത് ചെയ്യുന്നു? CHനെയും കൊണ്ട് മന്ത്രിസഭയിൽ രാജിവെപ്പിച്ച്, മുസ്ലിം ലീഗ് ഇപ്പം ആരുടെ കൂടെ നിൽക്കുന്നത്? CPI മന്ത്രിസഭയിലുണ്ട്. അപ്പം CH മുഹമ്മദ് കോയയെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെപ്പിച്ച് ലോകസഭയിൽ മത്സരിപ്പിക്കുന്നു. CH മുഹമ്മദ് കോയ ജയിക്കുന്നു. പുള്ളി ലോകസഭയിലേക്ക് പോകുന്നു. പകരം വരുന്നത് ചാക്കേരി അഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ്. എന്തായിട്ടാണ് വരുന്നത്? CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പകരം വരുന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ് ചാക്കേരി അഹമ്മദ് കുട്ടി. ഈ ചാക്കേരി അഹമ്മദ് കുട്ടി വന്നപ്പോൾ ഒരു പരിഷ്കാരം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അയാൾ പറയുന്നു, SLC പാസ്സാകുവാൻ 210 മാർക്ക് മതി. 210 മാർക്ക് മതി SLC പാസ്സാകാൻ എന്നുള്ള നിയമം കൊണ്ടുവരുന്നത് പുള്ളിയാണ്. അതോടെ പുള്ളിയുടെ ഈ 210-ന് ചാക്കേരി പാസ് എന്നൊരു വാക്ക് വരുന്നുണ്ട്. ചാക്കേരി പാസ്, ചാക്കേരി അഹമ്മദ് കുട്ടി കൊണ്ടുവന്നു. അത് പുള്ളി കൊണ്ടുവന്നു. അപ്പം CH മുഹമ്മദ് കോയ ലോകസഭയിലേക്ക് പോയി. ബാഫക്കി തങ്ങൾ ഹജ്ജിന് മക്കയിൽ പോകുന്നു. ഹജ്ജിന് മക്കയെ വെച്ച് പോകുമ്പോഴാണ് ബാഫക്കി തങ്ങൾ മരിക്കുന്നത്. ബാഫക്കി തങ്ങൾ മരിച്ചു കഴിയുമ്പം പിന്നെ അപ്പം അങ്ങനെ ബാഫക്കി തങ്ങൾ സൗദി അറേബ്യയിൽ വച്ച് മരണപ്പെടുന്നു. അപ്പോൾ മുസ്ലിം ലീഗിന് പുതിയ അധ്യക്ഷൻ വരണം. പുതിയ പ്രസിഡൻ്റായിട്ട് വരുന്നത് പാണക്കാട് പൂക്കോയ തങ്ങളാണ്. ഈ പാണക്കാട് കുടുംബക്കാരെന്ന് പറയുന്നത് അവർ കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ ആളുകളാണ്. പിന്നീട് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷന്മാരായിട്ട് പിന്നീട് അങ്ങോട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ആളുകളുടെ ഇടയ്ക്ക് മാമ്പ്രം തങ്ങളിന് ശേഷം ഏറ്റവും കൂടുതൽ മലബാർ ഏരിയയിൽ മുസ്ലിമുകൾക്ക് താല്പര്യപ്പെട്ട ഒരു കുടുംബമാണ് കൊടപ്പനയ്ക്കൽ തറവാട്. അപ്പോൾ അങ്ങനെ പാണക്കാട് പൂക്കോയ തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നു. ഈ പുതിയ ലീഗ് പ്രസിഡന്റ് എല്ലാ കാര്യത്തിലും CH മുഹമ്മദ് കോയയുമായിട്ട് യോജിപ്പിലാണ്. അതേ തുടർന്ന് 1975 അന്നത്തെ സ്പീക്കറായിരുന്ന മൊയ്തീൻ കുട്ടി ഹാജിയും 6 MLA-മാരുടെ ലീഗിൽ നിന്ന് വിട്ട് CPM-നൊപ്പം പോകുന്നു. അപ്പോൾ ഇവർ ഈ CPM-നൊപ്പം പോയപ്പോൾ ഇവർ തമ്മിലുള്ള മധ്യസ്ഥത വഹിക്കാൻ കൊല്ലത്തെ RSPയിലെ ഏറ്റവും പ്രശസ്തനായ ഏറ്റവും ശക്തനായ നേതാവ് RSP ബേബി ജോൺ, RSPയിലെ ബേബി ജോൺ മധ്യസ്ഥത വഹിക്കാൻ വരും. ഈ മധ്യസ്ഥത ഇവർ തമ്മിൽ ലീഗുകാർ തമ്മിലുള്ള ലീഗിലെ 2 ഗ്രൂപ്പുകൾ തമ്മിൽ മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. ബേബി ജോണിന് വരുന്ന പേരാണ് എന്ത്? കേരള കിസ്സിങ്ങർ എന്ന വാക്ക്. ആരാണ് കിസ്സിങ്ങർ? കിസ്സിങ്ങർ എന്ന് പറഞ്ഞാൽ US-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ഉദ്യോഗസ്ഥന്മാരിലെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ ഒരു സ്ഥാനമാണ്. മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറയാം. പക്ഷെ ഇത് US പ്രസിഡന്റിന്റെയാണ് സ്റ്റേറ്റ് സെക്രട്ടറി. ഈ US പ്രസിഡന്റ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ റോൾ എന്തുകൊണ്ട് കിസ്സിങ്ങർ ആയിരുന്നു? അന്ന് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സന്ധി സംഭാഷണത്തിന് നേതൃത്വം നൽകിയിരുന്നു. അപ്പോൾ ആ കിസ്സിങ്ങറുടെ പേര് വെച്ചിട്ടാണ് കേരള കിസ്സിങ്ങർ എന്ന് ഇവിടെ നമുക്ക് ബേബി ജോണിന് വരുന്നത്.
ഇവർ ബേബി ജോൺ സന്ധി സംഭാഷണമൊക്കെ നടത്തി, പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. ഒടുക്കം സ്പ്ലിറ്റായി. അങ്ങനെ ലീഗിൽ നിന്നും പിളർന്നു പോയത് പുതിയൊരു സംഘടനയുണ്ടായി, അഖിലേന്ത്യാ ലീഗ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 1967 നമ്മൾ പോവാം. 1967 വന്നപ്പോൾ EMSൻ്റെ സപ്തകക്ഷി മുന്നണി വന്നപ്പോൾ അതിൽ മുസ്ലിം ലീഗ് മെമ്പറാണ്. അങ്ങനെയാണ് മുസ്ലിം ലീഗ് ആദ്യമായിട്ടൊരു മന്ത്രിസഭയിൽ വരുന്നത്. അപ്പോൾ EMSഉം അന്നത്തെ ബാഫക്കി തമ്മിൽ നല്ല അടുപ്പമാണ്. അപ്പോൾ EMS ഇടയ്ക്ക് മലപ്പുറത്ത് ചെല്ലുമ്പം EMSന് നോൺ വെജ് ഫുഡ് വരെ തയ്യാറാക്കി വെക്കുന്നത് ബാഫക്കി തങ്ങളായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഇത്രയും അടുപ്പമുള്ളപ്പോഴാണ് ഇവരെ മുസ്ലിം ലീഗുകാർ മലപ്പുറം ജില്ലയ്ക്ക് ആവശ്യപ്പെടുന്നത്. EMSന് CPMൽ തന്നെ എതിർപ്പുണ്ടായിട്ടും EMS അതിന് അംഗീകാരം നൽകുന്നു. അങ്ങനെ മലപ്പുറം ജില്ല ഉണ്ടാവും. അത് കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതും ഇതുപോലെ ലീഗിൻ്റെ നേതൃത്വത്തിൽ CPMനോട് ആവശ്യപ്പെടുന്നു. EMS അതും അംഗീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഉണ്ടാകുന്നു. അപ്പോൾ ഈ മലപ്പുറം ജില്ല അനുവദിച്ചു കൊടുത്തപ്പോൾ ഇതിനെ ശക്തമായി എതിർത്തത് ഇന്നത്തെ സ്ഥിതിയിൽ നമ്മളൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ആരായിരിക്കും? മുസ്ലിംസിനെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന ആരായിരിക്കും? അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ? ഹിന്ദുക്കളല്ല, BJP ആയിരിക്കും ഇന്നത്തെ സ്ഥിതിയിൽ. മനസ്സിലായ? BJP ആയിരിക്കും കൂടുതൽ എതിർക്കാൻ സാധ്യത. അന്നത്തെ കാലത്ത് അത് എതിർത്തത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ്സിലെ തന്നെ കേളപ്പനൊക്കെയാണ്. പുള്ളി മലപ്പുറത്തെ ഏറ്റവും പ്രശസ്തരായ മലബാർ ഏരിയയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമ്പന്നനായ നേതാവ്. പുള്ളിയൊക്കെ മലപ്പുറം അനുവദിച്ചു കൊടുക്കുന്നതിന് ശക്തമായി എതിർത്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു ഈ മാപ്പിളസ്ഥാൻ അനുവദിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമരങ്ങളൊക്കെ പുള്ളി നടത്തി. ഇതിനെ കേളപ്പൻ്റെ കൂടെ എതിർത്ത മറ്റൊരാളാണ് ആര്യാടൻ മുഹമ്മദ്. നിലമ്പൂർ മത്സരിക്കും ആര്യാടൻ മുഹമ്മദ്. ഇവരൊക്കെ ഈ മലപ്പുറം കൊടുക്കുന്നതിനെ എതിർത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആര്യാടൻ മുഹമ്മദിന് ശക്തമായ എതിർപ്പ് ഇപ്പോഴും നിലമ്പൂർ. ആര്യാടൻ മുഹമ്മദ് മരിച്ചു. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് നിലമ്പൂർ. അപ്പോൾ അതിനുശേഷം അങ്ങനെ EMSഉം ബാഫക്കി തങ്ങളുമുള്ള അടുപ്പം കാരണമാണ് മലപ്പുറം ജില്ല ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ആ ബന്ധത്തിനൊരു വിള്ളലൊക്കെ സംഭവിക്കുന്നുണ്ട്. മറ്റൊന്ന് കേരള കോൺഗ്രസിൻ്റെ കാര്യമാണ്. കേരള കോൺഗ്രസ് ഈ 1970 മന്ത്രിസഭയിൽ ആദ്യം ഇല്ല. പിന്നീട് അവർ ഇവരുടെ സഹായത്തോടെ മത്സരിക്കുന്നു. അവർ ലോകസഭയിലേക്ക് അവർക്ക് 3-4 സീറ്റ് കിട്ടുന്നു. പക്ഷേ എന്നിട്ടും അവർക്ക് മന്ത്രിസഭയിലേക്ക് സ്ഥാനം കൊടുക്കുന്നില്ല. ഒടുക്കും അവർ പിണങ്ങി CPMൻ്റെ കൂടെ വന്ന് ചേരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഈ മന്ത്രിസഭയ്ക്ക് ഒരുപാട് ഭൂരിപക്ഷമൊന്നുമില്ല. അപ്പം കേരള കോൺഗ്രസിൻ്റെ ഒരിടയ്ക്ക് സപ്പോർട്ടുണ്ടായിരുന്നു. അവർ പിണങ്ങി ഇവിടെ വന്നപ്പോഴത്തേക്ക് മന്ത്രിസഭ വീണ്ടും ആടാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും എന്ത് പറ്റി? കേരള കോൺഗ്രസിലെ ജോൺ ജേക്കബ്, പുള്ളി കേരള കോൺഗ്രസിൻ്റെ സീനിയർ നേതാവാണ്. അതായത് നമ്മുടെ KM ജോർജുക്കും അവർക്കൊക്കെ അതിലുമൊക്കെ ഇതിലും സീനിയർ ആയിട്ടുള്ളതാണ്. ജോൺ ജേക്കബ് പോലെ ഉള്ള കുറച്ച് കേരള കോൺഗ്രസ്സുകാർ 2-3 കേരള കോൺഗ്രസ്സുകാരെന്ത് ചെയ്തു? അവരിൽ നിന്നും സ്പ്ലിറ്റായി അവർ എന്ത് ചെയ്തു? കേരള കോൺഗ്രസ് ഒറിജിനൽ എന്നും പറഞ്ഞ് ഒരു ഗ്രൂപ്പ് സ്പ്ലിറ്റായി അവർ CPI മന്ത്രിസഭയ്ക്ക് പുറമേ നിന്ന് സപ്പോർട്ട് കൊടുത്തു. അങ്ങനെ ഈ മന്ത്രിസഭ ഇങ്ങനെ നിലനിന്ന് 1975 വരെ എത്തി. അങ്ങനെ 75 അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് കുറച്ച് സംഭവ വികാസങ്ങളുണ്ട്. അത് അടുത്ത എപ്പിസോഡ്. ഓക്കെ.